ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NKL പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ആ ഒരു അടിപൊളിയായിട്ടുള്ള ടെക്സ്റ്റ് എഫക്റ്റ് നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷനിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടെക്സ്റ്റ് എഫക്റ്റാണ് ഇപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് ചെയ്യുമെന്ന്. നമ്മൾ അടുത്തൊന്നും ഒരു ടെക്സ്റ്റ് എഫക്റ്റ് നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇതിനൊരു സപ്പോർട്ട് അനുസരിച്ചായിരിക്കും നമ്മൾ ഇതിലേക്ക് കൂടുതൽ ടെക്സ്റ്റ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക. ഡെയിലി ട്യൂട്ടോറിയൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലൊരു ഇൻ്റർഫേസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു ബ്ലാക്ക് സ്ക്രീനിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്റ്റിലായിരിക്കും ആഡ് ചെയ്യേണ്ടത്. അതായത് നിങ്ങൾ എഡിറ്റ് ചെയ്ത് വെച്ചാൽ ആ ഒരു പ്രൊജക്റ്റിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് ആഡ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ആ ഒരു ഇതിൽ നിങ്ങൾ ആഡൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് കട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എവിടെയാണ് ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെയാണ് ഈ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ ഇപ്പം ക്ലിപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ആ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് മാത്രം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യം ഒരു ടെക്സ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒറ്റ ലെറ്റർ, ഓരോ ലെറ്റർ ആയിട്ടാണ് നമ്മളിത് അറേഞ്ച് ചെയ്യേണ്ടത്. ഈസിയാണ്. ഓരോ ലെറ്റർ ആണെന്ന് വെച്ചാൽ അധിക സമയമൊന്നും നമുക്ക് വേണ്ട, ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് നോക്കാം. ഇതാ ഞാൻ ഇവിടെ ടി എന്ന് പറയുന്ന ഒരു ലെറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നിങ്ങൾക്ക് ഇഷ്ടമില്ല ഫോണ്ട് സെലക്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമില്ല ഫോണ്ട് സെലക്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി ഈ അലൈറ്റ് മോഷനിലുള്ള ഒരു ഫോണ്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്യാൻ നോക്കുന്നു. ഓക്കെ, ഒരു ബോൾഡായിട്ടുള്ള ഏതാ ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ഫോണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നെറ്റ് കണക്ഷൻ. ഓക്കെ ഓക്കെ ഞാൻ ഈ ഒരു ടെക്സ്റ്റാണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ഈ ഒരു ടെക്സ്റ്റാണ് ഞാൻ എടുക്കുന്നത്. ശേഷം ഞാൻ ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. കളർ വന്ന് ഞാൻ വൈറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ലെയർ വന്നിട്ട് നമ്മൾ എത്ര സെക്കൻഡ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സെക്കൻഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ 3 സെക്കൻഡ് വരെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവുക, സ്കെയിൽ ടൂൾ പോയിട്ട് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഒന്നൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കുക. ഇതൊന്ന് സെൻറ്റർ അലൈൻ ചെയ്ത് കൊടുക്കണം, അത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ 2 കീ ഫ്രെയിമിൻ്റെ ഇടയിലായിട്ട് വന്നിട്ട് ഈ ഒരു കർവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം ഈ ഒരു കർവിൽ, അതായത് ഈ ഒരു ഭാഗത്ത് 3 കർവിൽ രണ്ടാമത്തെ കർവ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു കർവ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം ബാക്ക് വരാം. ശേഷം നമ്മൾ ഈ ഒരു എഡിറ്റ് ടെക്സ്റ്റ് പോയിട്ട് അതിൻ്റെ സെൻറ്റർ അലൈൻ ആക്കി കൊടുക്കുക. സെൻറ്റർ അലൈൻ ആക്കി കൊടുക്കാം. എന്നാൽ മാത്രമേ ആ ഒരു സൂം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, സെൻറ്റർ അലൈൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ശേഷം ബാക്ക് വരാം. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഒരു പോപ്പപ്പ് എഫക്റ്റ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ശേഷം നമ്മളിത് ഈ ഒരു സൈഡിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സൈഡിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. നിങ്ങൾക്ക് എത്ര ലെയർ, അതായത് എത്ര ടെക്സ്റ്റ് ആണോ ഉള്ളതെന്ന് വെച്ചാൽ അത്രയും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു 3 ഡ്യൂപ്ലിക്കേറ്റ് എക്സ്ട്രാ എടുത്ത് വെച്ചിട്ടുണ്ട്. ശേഷം അതിലേക്ക് ഞാൻ ഈ ഒരു വേറെ അക്ഷരങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ശേഷം ഞാൻ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കറക്റ്റ് ഒരു ടെക്സ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു ഗ്യാപ്പിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ അക്ഷരത്തിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ഇത് ഓരോ കീ വിട്ട് നമ്മൾ ഈ ഒരു ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതാണ് ആ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. ശേഷം ഞാൻ ഇവിടെ എൻഡിൽ വന്നിട്ട് ഫുള്ള് ലെയർ സെലക്ട് ചെയ്തിട്ട് കട്ട് ചെയ്തും കാര്യങ്ങളൊക്കെ കളയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് ആ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് നമുക്ക് ഫൈനലി കിട്ടേണ്ടത്. ഫൈനലി വെച്ചാൽ ഇതിൽ കുറച്ച് എഫക്റ്റും കൂടി നമുക്ക് കിട്ടാനുണ്ട്. ഇതാണ് ആ ഒരു ബേസ് എന്ന് നമുക്ക് പറയുന്നത്. ഇതാണ് ആ ഒരു ടെക്സ്റ്റ് എഫക്റ്റിൻ്റെ ബേസ്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. അതായത് ആ ടെക്സ്റ്റിന് ഫില്ലാവുന്ന രീതിയിലൊന്ന് സൂം ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു എല്ലാ ലെയർ സെലക്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കത് ഒരൊറ്റ ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എഫക്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ, എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. ഇപ്പം ഞാൻ ഇത് ബ്ലാക്ക് സ്ക്രീനാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് സ്ക്രീൻ വേണമെങ്കിൽ എടുക്കാം. സോറി, നിങ്ങൾ പ്രൊജക്റ്റിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്താം ഈ ഒരു എഫക്റ്റിൽ. അതായത് ഞാനിവിടെ ഷാഡോയും ഗ്ലോയൊക്കെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും മാറ്റം വരുത്താണ്ടെങ്കിൽ അത് മാറ്റം വരുത്താം. ഞാൻ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുന്നുണ്ട്. ശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ സെർച്ചിൽ പോയിട്ട് ലോങ് ഷാഡോ, ഈ ഒരു ലോങ് ഷാഡോ എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിൻ്റെ വാല്യൂ നമ്മൾ മാറ്റി കൊടുക്കണം. വാല്യൂ സൈസിലേക്ക് വന്നിട്ട് സൈസിൽ നമ്മൾ ഈ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. സൈസ് വന്ന് 0.010 സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം ആംഗിളിൽ വരാം. ആംഗിൾ വന്ന് നമ്മളൊരു 51.5 സെറ്റ് ചെയ്യുക. ഓക്കെ, ശേഷം കളറൊക്കെ വന്ന് ബ്ലാക്ക് തന്നെയാണ്. ശേഷം ബാക്ക് വരാം. ശേഷം നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ ഗ്ലോ എഫക്റ്റ് ആഡ് ചെയ്യണം. സെർച്ചിൽ പോയിട്ട് ഞാൻ ഈ ഒരു ഗ്ലോ എഫക്റ്റ് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം റേഡിയസ് വന്ന് നമ്മളൊന്ന് മൈനസ് ചെയ്ത് കൊടുക്കുക. ഒരു 56 ഒക്കെ സെറ്റ് ചെയ്യുക. 56, 57 ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 56, 57. ഓക്കെ ഓക്കെ, ശേഷം നമ്മൾ ഈ ഒരു ആൽഫ വന്നിട്ട് നമ്മൾ ഒരു 39% ഒക്കെ ആക്കി കൊടുക്കാം. ഓക്കെ, ശേഷം ഹാർഡ്നെസ് ഒന്ന് 0 ആക്കി കൊടുക്കാം. വേറെ മാറ്റമൊന്നും വരുത്താനില്ല. ശേഷം ബാക്ക് വന്നതിന് ശേഷം നമ്മളിവിടെ ഈ കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റും റെഡും കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു വൈറ്റാണ് ആക്കി കൊടുത്തിട്ടുള്ളത്. ഓക്കെ, വൈറ്റാണ് ആക്കി കൊടുത്തിട്ടുള്ളത്. ശേഷം ഇവിടെ നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നോർമൽ തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, നോർമൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ശേഷം ബാക്ക് വരാം. ശേഷം ബാക്ക് വന്നതിന് ശേഷം നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റ് പോവുക. കളർ ആൻഡ് ലൈറ്റ് പോയിട്ട് എക്സ്പ്ലോഷർ ആൻഡ് ഗാമ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം എക്സ്പ്ലോഷർ വന്ന് നമ്മൾ ഫുള്ളാക്കി ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഗാമ വന്ന് നമ്മളൊന്ന് ഡിക്രീസ് ചെയ്യുക. ഈ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യുക. ശേഷം ഓഫ്സെറ്റ് വാല്യൂം ജസ്റ്റ് ഒന്ന് ഡിക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം നമ്മൾ ഈ ഒരു ഗ്ലോ എഫക്റ്റിൻ്റെ ഈ ഒരു കളർ നിങ്ങൾക്ക് ബ്ലാക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ആക്കാം, വൈറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഞാൻ ഈ ഒരു റേഞ്ചിൽ ഈ ഒരു കളർ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കളർ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം ബാക്ക് വരാം. അപ്പോൾ ഈ ഒരു ലെയറിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട എഫക്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനലി ഇതുപോലെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ഒരു റെക്റ്റാങ്കിളും കൂടി ആഡ് ചെയ്യുക. ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യാം. അതായത് ആ ഒരു ടെക്സ്റ്റ് ഫില്ലാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തതിന് ശേഷം എൻഡ് വരെ സെറ്റ് ചെയ്യുക. ശേഷം ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക. എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ ഒതേഴ്സിൽ പോയിട്ട് കോപ്പി ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്യുക. ശേഷം നമ്മൾ വീണ്ടും ആഡ് എഫക്റ്റ് പോവുക. നമ്മളിവിടെ ബ്ലർ പോയിട്ട് ഈ ഒരു ഗൂഷൻ ബ്ലർ എഫക്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ വന്നൊരു 0.250 ഒക്കെ സെറ്റ് ചെയ്യുക. ശേഷം ബാക്ക് വന്നതിന് ശേഷം ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റിയിൽ വന്നിട്ട് ലൈറ്റ് ടേൺ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം അതിൻ്റെ വാല്യൂ വന്നൊരു 80% ആക്കി കൊടുക്കാം. ഓക്കെ, 80% ആക്കി കൊടുക്കുക. ശേഷം ബാക്ക് വരാം. ശേഷം ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു 2 ലെയർ സെലക്ട് ചെയ്യുക. ശേഷം ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഇപ്പോൾ നോക്കിയാൽ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേറെ ടെക്സ്റ്റും കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പോട്ടായിട്ട് നമ്മൾ ആ ഒരു ടെക്സ്റ്റിൻ്റെയിലേക്ക് വീണ്ടും പോവുക. ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ലെയർ വീണ്ടും സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമ്മൾ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയർ കുറച്ച് താഴേക്ക് ഈ ഒരു റേഞ്ചിലൊക്കെ സെറ്റ് ചെയ്യുക. ശേഷം അതിൻ്റെ കളർ വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറായി കൊടുക്കുക. ഞാൻ ഒരു റെഡൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഡാർക്ക് റെഡ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ശേഷം നമ്മൾ അതിലേക്ക് ടെക്സ്റ്റൊക്കെ മാറ്റണം. ടെക്സ്റ്റ് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എഡിറ്റിൽ പോയിട്ട് നമ്മളിവിടെ പോയിട്ട് എഡിറ്റ് ഗ്രൂപ്പ് പോവുക. ശേഷം ഈ ഒരു എല്ലാ ടെക്സ്റ്റും നമ്മളൊന്ന് മാറ്റി കൊടുക്കുക. ഞാൻ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ഇവിടെ
ശേഷം ഈ ഒരു ഈയുടെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുക. ശേഷം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. FFE C. അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ഇതുപോലെ ഒരേ രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ എൻഡിൽ വന്നിട്ട് അത് കട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, കറക്റ്റ് 3 സെക്കൻഡിൽ വന്നിട്ട് നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കണം. ശേഷം നമ്മളത് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നതിന് ശേഷം നമുക്കിതുപോലെ കിട്ടിയിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. വേറെ മാറ്റങ്ങളൊന്നും വരുത്താനില്ലെങ്കിൽ നമ്മൾ ബാക്ക് വരാം. ബാക്ക് വന്നാൽ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ ടെക്സ്റ്റും. ശേഷം നമ്മൾ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പം ഇതാണ് ഇപ്പോൾ നമുക്ക് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ ആ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് പറഞ്ഞാൽ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് എഫക്റ്റ് എന്ന് ഞാൻ പറയും. അപ്പം നമുക്ക് ആ ഒരു സൂം ട്രാൻസിഷനും പിന്നെ കുറച്ച് എഫക്റ്റും കാര്യങ്ങളൊക്കെ മാത്രമേ ആഡ് ചെയ്യേണ്ടതുള്ളൂ. അധികം ലാഗൊന്നും വരില്ല ഇത് ആഡ് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി നോക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.